Ready, folks? ഇവിടെ ഒരു മിസ്റ്റീരിയസ് സ്പൂക്കി സ്ഥലമുണ്ട്. ഇത് നിങ്ങൾ എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, നിങ്ങളും അനുഭവിക്കണം. ഹലോ, സോ ഞങ്ങൾ ഒരു വീക്കെൻഡ് ട്രിപ്പ് പോവുകയാണ് ലേക്ക് ജോർജിലോട്ട് അല്ലേ. സോ അവിടെ കുറച്ച് സ്പൂക്കിയ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് കേട്ടത്. അപ്പം അതെന്തൊക്കെയാണെന്നൊക്കെ നോക്കാനും അതുപോലെ ആ ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടും സോ ഞങ്ങൾ ഇന്നലെയാണ് എല്ലാം ബുക്ക് ചെയ്തത്. സോ നേരെ പോവാം. നാളെ മുതൽ എല്ലാം ഒന്ന് കണ്ട് അവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പം ഹലോ 4 hours and 30 minutes drive ഉണ്ടല്ലേ. 5 hours drive ഉണ്ട്. കുറച്ച് ട്രാഫിക് കാണുമായിരിക്കും. 5 hours ആണ്. ഓക്കെ, അപ്പോൾ അവിടെ കാണാം. ഞങ്ങളിപ്പോൾ എവിടെയാണ്? ലേക്ക് ജോർജ്, അപ്സ്റ്റേറ്റ് ന്യൂയോർക്കിലാണ്. ന്യൂയോർക്കിൽ നിന്ന് ഓൾമോസ്റ്റ് 3 hours ഡ്രൈവ് ഉണ്ട്. നമ്മൾ ഇന്നലെ എത്തിയപ്പോഴത്തേനും ഓൾമോസ്റ്റ് 5 hours ഫിലാഡൽഫിയ ടു ലേക്ക് ജോർജിന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ട്രാഫിക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെത്ര 12 മണി എങ്ങാണ്ടായി എത്തിയപ്പോൾ. ഇവിടെ എത്തിയപ്പോൾ നൈറ്റ് 12 o'clock ആയി. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ എണീച്ച് കഴിഞ്ഞപ്പോഴാണ് ചുമ്മാ വിൻഡോ ഒന്ന് മാറ്റിയപ്പോഴാണ് ആ വ്യൂ അറിഞ്ഞത്. അപ്പം നിങ്ങളെയും കൂടി ആ വ്യൂ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങിയാലോ? വർഷം പഴക്കമുള്ള ലേക്ക് ജോർജിന്റെ മുന്നിൽ കാണുന്ന ഫോർട്ട് വില്യം ഹെൻറി ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അമേരിക്കൻ തടാകങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന തടാകമാണ് ലേക്ക് ജോർജ്. ഏകദേശം 32 മൈൽ നീളവും 187 അടി താഴ്ചയുമാണിതിന്. ഇതിൻ്റെ ആദ്യത്തെ പേര് ആഡിയൻഡ്രാക്ക് എന്നതായിരുന്നു. 1755 ഓഗസ്റ്റ് 28 ഫ്രഞ്ച് ഇന്ത്യൻ യുദ്ധങ്ങളിൽ വില്യം ജോൺസന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ ഈ ദേശം കൈവശപ്പെടുത്തി. അങ്ങനെ ജോർജ് രണ്ടാമൻ ഈ ലേക്കിന് ലേക്ക് ജോർജ് എന്ന് പുനർനാമകരണം ചെയ്തു. ഞാനിപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൻ്റെ അകത്തോട്ട് പോവാണ്. സോ ഞങ്ങളിപ്പം ഫുഡെല്ലാം കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു അല്ലേ? ഇഷ്ടപ്പെട്ടില്ല? നല്ല ഫുഡായിരുന്നു. സോ ഇവിടെ കണ്ടോ അടിപൊളി വ്യൂ ആണ്. ആ വ്യൂ കണ്ടുകൊണ്ടായിരുന്നു ഞങ്ങളിത് കഴിച്ചത്. ഇനി ഞങ്ങൾ അടുത്ത ഇവിടെ ഒരു ഫോർട്ട് വില്യം ഹെൻറിയുടെ ഒരു ഫോർട്ട് ഉണ്ട്, അത് കാണാൻ വേണ്ടി പോവാണ്. അത് 2 മിനിറ്റ് കൊണ്ട് നടക്കാൻ. നിൽക്കുന്നിടത്തു നിന്ന് ഒരു 2 minutes ഉള്ളൂ വോക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു സീനറിയൊക്കെ കണ്ടാൽ ഞങ്ങൾ വോക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഞാൻ പോയിട്ട് എൻ്റെ ജാക്കറ്റും കൂടി എടുത്തിടാമെന്ന് വിചാരിച്ചു. ജാക്കറ്റും കൂടി എടുത്തിട്ടിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകാം. അത് കഴിഞ്ഞ് പിന്നെ എവിടെയാണ് നമ്മൾ പോകുന്നത്? ഇവിടെ ഒരു മിസ്റ്റീരിയസ് സ്പൂക്കി സ്ഥലമുണ്ട്. സ്പൂക്കി എന്ന് പറയുമ്പോൾ അത്ര മിസ്റ്റീരിയസ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരു മിസ്റ്റീരിയസ് ആണ്. പക്ഷെ അത് അവിടെ ചെന്നിട്ട് ഞങ്ങൾ പറയാം എന്താ മിസ്റ്റീരിയസ് എന്നുള്ളത് അല്ലേ. ആദ്യം നമുക്ക് ഫോർട്ടിലോട്ട് പോവാം, അതിനുശേഷം ബാക്കി സ്ഥലങ്ങൾ ഓരോന്നായിട്ട് കാണാം. യെസ്, ഞങ്ങൾ തോന്നുന്നു ഫോർട്ട് കണ്ടുപിടിച്ചു എന്ന് തോന്നുന്നത്. ഈ കാണുന്നതാണ് ഫോർട്ട്.
അത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലാണെങ്കിൽ ഈ കാണുന്നതും അത് ഹെൻറി വില്യം ഹോട്ടൽ തന്നെയാണ്. സോ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ആ ഫോർട്ടും. സോ ഞങ്ങൾ ആ ഫോർട്ടിലോട്ടൊന്ന് പോയി നോക്കുക. അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് വില്യം ഹെൻറിയുടെ ഫ്രണ്ടിലാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ വില്യം ജോൺസൺ 1755 ഇന്ത്യൻ വാർ നടന്നപ്പോഴും ഫ്രഞ്ച് വാർ നടന്നപ്പോഴും അതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു ഫോർട്ടാണ്. ഞങ്ങൾക്ക് അറിയത്തില്ല ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നുള്ളത്. സോ അകത്ത് കയറണമെങ്കിൽ മാസ്ക് വെക്കണം. അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് പോവാണ്. നമുക്ക് നോക്കാം. ലേക്ക് ജോർജ് തടാകത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ഒരു ബ്രിട്ടീഷ് കോട്ടയായിരുന്നു ഫോർട്ട് വില്യം ഹെൻറി. ഫ്രഞ്ച് ഇന്ത്യൻ യുദ്ധസമയത്ത് 1755 സെപ്റ്റംബറിൽ സർ വില്യം ജോൺസൺ ഈ കോട്ടയുടെ നിർമ്മാണത്തിന് ഉത്തരവിട്ടു. ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള 7 വർഷത്തെ യുദ്ധത്തിൻ്റെ ഒരു വിപുലീകരണമായിരുന്നു ഫ്രഞ്ച് ഇന്ത്യൻ യുദ്ധം. ഇതിൽ 3 ഭൂഖണ്ഡങ്ങളും കരീബിയൻ പ്രദേശങ്ങളിലെ ആളുകളും ഉൾപ്പെട്ടിരുന്നു. പക്ഷേ ഈ യുദ്ധത്തെ പലരും ലോകമഹായുദ്ധമായി കണക്കാക്കിയിരുന്നു. ന്യൂയോർക്ക് സിറ്റി മുതൽ മോൺട്രിൽ വരെയുള്ള ഉൾനാടൻ ജലപാതകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഈ ഫോർട്ട് പണി കഴിപ്പിച്ചത്. ലോഗ് ഫേസുകൾ കൊണ്ട് നിർമ്മിച്ച വൂബാൻ ശൈലി പിന്തുടർന്ന് 30 അടി കട്ടിയുള്ള മതിലുകളാണ് ഇതിൽ നിർമ്മിച്ചത്. ഹെൻറി വില്യം ഫോർട്ടിൽ ഏകദേശം 400 തൊട്ട് 500 പേർക്ക് വരെ താമസിക്കാം. ഇപ്പം നമ്മൾ ഇറങ്ങി അണ്ടർഗ്രൗണ്ടിൽ വന്നേക്കുവാണ്. അവിടെ അവരുടെ എമർജൻസി മെഡിസിൻ, എമർജൻസി ആയിട്ട് അവർ ചെയ്യുന്ന എല്ലാ സംഭവം ഒരു ഹോസ്പിറ്റലിൻ്റെ സെറ്റപ്പാണ് അവർ ഗ്രൗണ്ടിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണാം ഒരു ഡോക്ടർ ആൾ ട്രീറ്റ് ചെയ്യുന്നു. അതൊക്കെയാണ് ഇവരിപ്പം ചെയ്തു വച്ചിരിക്കുന്നത്. Where you wear nice bright colors like an X painted across your chest and you wait like a gentleman to be shot. But I am going to practice a series of tactics that are referred to by the Marquis de Montcalm, who is the commander-in-chief of all of the French forces here from 1756 to 59, as La Guerre Sauvage. Take out my very historically accurate plastic shotgun shell with masking tape over the top of it, and I'm going to take a small portion of masking tape off the top, and I'm going to pour a little bit of the powder in this part called the pan. So I'll take my ramrod and I'll ram my wadding down to the breech, give it a few taps, and then we're good and we're ready to fire. Okay, here we go. Make ready. Present. Give fire. This is Sergeant Fraser, who, as you can see, is dressed in 18th century street clothes. I already checked the lint hole. We're clear. Adjust the flint. Ready, folks? It's supposed to sound. Give a round of applause. I told you I didn't have All right, folks. Well, that was a little bit of an effort. Years of experience. Yeah, that was a little bit of an effort. But would you like to see a bigger food that will definitely go off the first time? Absolutely. You would? You would. Come on, folks. Follow us. Please say a Hamilton. There, now when you post it on YouTube or Instagram or whatever. Make ready! Hit fire! Well, that's a heck of a shot, Gunner! I have no idea what you hit. That wee hole in the mountain. Ah, yes. Well done, lad. Folks, what do you say? Doing the job of 6 men. He did quite well, yes?
സോ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് മിസ്റ്ററി സ്പോട്ട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതാണ് മിസ്റ്ററി സ്പോട്ട്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ മിസ്റ്ററി ആയിട്ടൊന്നും സംഭവമൊന്നുമില്ല. പക്ഷേ ഇവിടെ നമ്മുടെ ഇവിടെ സെൻട്രലിൽ വന്ന് നിൽക്കുകയാണ്. എക്കോ ആയിട്ടായിരിക്കും കേൾക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഞാൻ പറയുന്നതെല്ലാം ഭയങ്കര എക്കോ ആയിട്ട് തിരിച്ച് റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഈ ഒരു സർക്കിളിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ അത് കേൾക്കത്തുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു എക്കോ ആയിട്ട് കേൾക്കാം. എനിക്കറിയത്തില്ല ക്യാമറയിൽ അത് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇറ്റ്സ് ഓഫ് യുവർ സോ വിയർ. ഈ ഒരു സർക്കിളിലൂടെ നിന്ന് കഴിയുമ്പോൾ ഞാൻ പറയുന്നതല്ല എനിക്ക് തന്നെ തിരിച്ചങ്ങോട്ട് കേൾക്കുക. അത് പുറത്തുള്ളവർക്ക് കേൾക്കത്തില്ല. ഈ ഒരു സ്പോട്ടിൽ വന്നാൽ മാത്രമേ കേൾക്കത്തുള്ളൂ. അതിനുകൊണ്ടാണ് ഇതൊരു മിസ്റ്റേക്ക് സ്പോട്ട് എന്ന് പറയുന്നത്. ഞാൻ ഒന്ന് ട്രൈ ആണ്. ഇവിടെ നിന്നിട്ട് ഒന്നും കേൾക്കുന്നില്ല. ഹലോ ഹലോ. ഇവിടെ ഈ ഒരു കറക്റ്റ് സെൻറ്ററിൽ വന്ന് നിന്ന് ആ ഒരു എക്സ് എന്ന് എഴുതിയിട്ട് ആ സെൻറ്ററിൽ വന്ന് നിന്ന് സംസാരിച്ചാൽ നമുക്ക് ആ എക്കോ കേൾക്കുമെന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. കുറച്ചും കൂടി മാറിക്കഴിഞ്ഞാൽ അത്രയും കേൾക്കത്തില്ല. കറക്റ്റ് സെൻറ്ററിൽ തന്നെ ആണെങ്കിൽ നമ്മൾ പറയുന്നതൊക്കെ ഡബിളായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഞങ്ങളിപ്പോൾ നടക്കുന്നത് ലേക്ക് ജോർജ് വില്ലേജിൻ്റെ സൈഡിൽ കൂടെയാണ്. ഇവിടെ രണ്ട് സൈഡിലും കുറേ സ്റ്റോൾസ് കാണാം. രസമുണ്ട് കാണാൻ വേണ്ടി ഏരിയ. അതൊരു വാക്സ് മ്യൂസിയം ഉണ്ട്. ഫ്രാങ്ക് ഐൻസ്റ്റൈൻ വാക്സ് മ്യൂസിയം ഉണ്ട്. ഞങ്ങൾ അവിടെയും കയറുന്നുണ്ട്. താങ്ക് യു. എനിക്ക് പേടിയല്ലേ ഇത് പിടിച്ചോ. എങ്ങനെയുണ്ടായിരുന്നു? രസമുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ഞാൻ പേടിച്ചു. കുറച്ചാണ് നന്നായി പേടിച്ചത്. എൻ്റെ ഷൂ ലൈസ് വരെ അഴിഞ്ഞു. നീ ചവിട്ടി കുറച്ചൊക്കെ ഞാൻ പേടിച്ചു. നല്ല രസമുണ്ട് കേട്ടോ. കൊച്ചു പിള്ളേരൊക്കെ വന്ന്. പക്ഷേ കാനഡയിലും ഇതേപോലെ തന്നെ ഒന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കാനഡയിൽ കുറച്ചും കൂടി ബിഗറാണ്. കുറച്ചും ടൈം കൂടുതലുണ്ട്. നമ്മൾ കുറച്ചും പേടിക്കും. പുറകിൽ നിന്നൊക്കെ ആൾക്കാർ നമ്മളെ തൊടുവും പിടിക്കാനൊക്കെ വരും. അതുപോലെ തന്നെ കുറേ ഇതൊക്കെ ഉണ്ട്. മോളിൽ നിന്ന് കാറ്റടിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇവിടെ അതൊന്നും പെട്ടെന്ന് തീർന്നു. ഒരു 10 മിനിറ്റ്സ് അതിൽ കൂടുതൽ 15 മിനിറ്റ്സ് അതിൽ കൂടുതൽ എടുത്തില്ല. 2-3 മിനിറ്റ് നേരം നമുക്ക് പേടിക്കാനുണ്ട്. ഇച്ചിരി 2-3 മിനിറ്റ് നേരം ഇവിടെ പേടി കാരണം അവിടെ നിൽക്കേണ്ടി വന്നു. മുമ്പോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞു. അതൊക്കെ എത്രമാത്രം കിട്ടിയെന്ന് അറിയത്തില്ല വീഡിയോയിൽ. ഓക്കെ, ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഇല്ല സാർ. സോ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് നല്ല രസമുണ്ട്. എല്ലാവരും വരണം. ഈ ഒരു സമയം ഞങ്ങൾ വന്ന ടൈം കറക്റ്റ് ആണെന്ന് തോന്നുന്നു. ഫോൾ കാണാൻ പറ്റുന്നുണ്ട്. ചെറിയായിട്ടൊരു തണുപ്പുണ്ട്. എന്നാൽ ഇന്ന് ഇപ്പം ഒരു സണ്ണി ആയി വെതർ. അപ്പം എല്ലാം കൊണ്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഞങ്ങളിവിടെ റെവല്യൂഷൻ റോയൽ കമ്പനിയിൽ എത്തിയിരിക്കുകയാണ്. ഇതൊരു റെയിൽ റോഡാണ്. എനിക്കൊന്നും അവിടെ ട്രെയിനൊന്നും പോകത്തില്ല. പക്ഷേ നമുക്കതിൽ കൂടെ പോകാൻ പറ്റും. ഒരു റെയിലിൻ്റെ ചക്രമുള്ള സ്ഥാനത്തിൽ വെച്ചിട്ട്. സോ അതിന് ഞങ്ങൾ വന്നതാണ്. ഇനി എനിക്ക് തോന്നുന്നു ഇവിടെ നല്ല പോകുന്നത് വെച്ചാൽ ഇവിടെ ബസ്സൊക്കെ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ബസ്സിൽ കൊണ്ടുപോയിട്ട് വേറെ എവിടെയോ പോയിട്ടാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു.
അപ്പോൾ ഞങ്ങളിവിടെ കയറിയിരുന്നു. ഇവിടെ നിന്നൊരു ബസ്സിലാണ് കൊണ്ടുപോകുന്നത്. ബസ്സിൽ പോയി അവിടെ നിന്നാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത്. ഭയങ്കര നടപ്പുണ്ട്. ഞങ്ങൾക്ക് മാത്രമുള്ള ബ്ലൗസ് ഇല്ലാത്ത. പക്ഷേ ഞങ്ങൾ ലക്കിയാണ്. ഇന്ന് ഇവരുടെ ലാസ്റ്റ് ഡേ ആണ് ഈ സീസണിൽ. ഇന്നും കൊണ്ട് ഇവർ ഈ റൈഡ് സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി നെക്സ്റ്റ് സീസണിൽ മാത്രം ഓപ്പൺ ചെയ്തുള്ളൂ, നെക്സ്റ്റ് ഇയറിൽ.